എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് 5G സാങ്കേതിക വിദ്യ എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ലോകം ഡിജിറ്റൽ പരമായി വളരെ പെട്ടെന്നാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. കത്തുകളിൽ നിന്ന് മൊബൈൽ ഫോണിലോട്ടും, അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളിൽ നിന്ന് 2Gയിലോട്ടും, അതേപോലെ 2Gയിൽ നിന്ന് 3Gയിലോട്ടും, 3Gയിൽ നിന്ന് 4Gയിലോട്ടും, ഇപ്പോൾ 4Gയിൽ നിന്ന് 5Gയിലോട്ടും, ഇപ്പോൾ അടുത്തതായി 5Gയിൽ നിന്ന് 6Gയിലോട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്നാണ് നമ്മുടെ ലോകം വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 5G എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 5G എന്ന് പറഞ്ഞാൽ 5th ജനറേഷൻ വയർലെസ് ടെക്നോളജി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലും ഇപ്പോൾ വളർന്നു വരുന്ന ഒരു വലിയൊരു സാങ്കേതിക വിദ്യ തന്നെയാണ്. ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് പഠന രംഗത്ത് വളരെയധികം ഉപകാരപ്രദമായിരുന്നു തന്നെയാണ് 5G സാങ്കേതിക വിദ്യ എന്നത്. കാരണം അവർക്ക് ഇപ്പോൾ ഗ്രാമത്തിലിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നഗരത്തിലെ ഏറ്റവും മികച്ച അധ്യാപകൻ്റെ ക്ലാസ് കാണാൻ കഴിയുന്ന ഒരു സംവിധാനം തന്നെയാണ് 5G സംവിധാനം എന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ക്ലാസ് ലഭിക്കുമെന്നതിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല. പിന്നീടുള്ളതാണ് ആരോഗ്യരംഗത്തിൽ 5Gയുടെ സഹായത്തോടെ ഡോക്ടർമാർക്ക് പകരം റോബോട്ടുകൾ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇനി വളർന്നു വരാൻ പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ചികിത്സ അതിവേഗം നടക്കുകയും രോഗികൾക്ക് അവരുടെ എത്ര വലിയ സീരിയസ് കേസാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് അവർക്ക് രോഗമില്ലാതാക്കാൻ ഇത് സഹായകരമാകുന്നു. അപ്പോൾ മനുഷ്യരെക്കാട്ടിലും പെട്ടെന്ന് ചെയ്യാൻ കഴിവുള്ള റോബോട്ടുകൾ ഇനി വളർന്നു വരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. പിന്നീടുള്ള വളർച്ചയാണ് കൃഷിരംഗത്തെന്ന് പറയുമ്പോൾ കർഷകർക്ക് മണ്ണിൻ്റെ ഈർപ്പം അറിയാൻ 5Gയുടെ സഹായത്തോടെ 5G സംവിധാനത്തിൻ്റെ സഹായത്തോടെ മണ്ണിൻ്റെ ഈർപ്പം അറിയാനും, അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അറിയാനും ഒക്കെ കൂടുതൽ സഹായകരമാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ കർഷകർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു. കാരണം കർഷകർക്ക് ഇന്ന് മഴ പെയ്യുമോ വെയിലാവുമോ എന്നൊന്നും അറിയാതിരിക്കുമ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ വളരെയധികം ഉപകാരപ്രദമാകുന്നു. അങ്ങനെ കർഷകർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും കഴിയുന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇതിന് പരമായി പല തൊഴിലുകളും വളർന്നു വരുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഈ 5G സാങ്കേതികവിദ്യ വളർന്നു വന്നതോടുകൂടി തന്നെ നമ്മുടെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ കുറയാൻ സാധ്യതയാകുന്നു. ഇപ്പോൾ 6Gയിലോട്ട് പോകുമ്പോൾ അത് തൊഴിലില്ലായ്മ ഒട്ടുമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് മാറുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ തൊഴിൽ ഉള്ള ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് വളരെയധികം ഉപകാരം തന്നെയാണ് മനുഷ്യർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ജീവിതം അതിവേഗം മുൻപോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിച്ചു. അപ്പോൾ ഇതിന് പല പോരായ്മകളും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 5G സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ വളരെയധികം ചിലവേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പലയിടങ്ങളിലും ഇത് നടക്കണമെന്നില്ല. പിന്നീടുള്ള കാര്യമെന്ന് പറയുമ്പോൾ ഇത് പലവർക്കും ഇപ്പോഴത്തെ ടെക്നോളജിയെക്കുറിച്ച് അറിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മോശം കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ പല കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എങ്കിൽ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ പുറകോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ പോരായ്മകൾ മാത്രമേ ഈ 5G സാങ്കേതിക വിദ്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേങ്കിൽ വിദ്യാഭ്യാസ രംഗത്തായാലും കൃഷിരംഗത്തായാലും മറ്റു പല രംഗത്തായാലും വളരെയധികം ഉപകാരം തന്നെയാണ് 5G സാങ്കേതിക വിദ്യ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ ഇനി വീഡിയോ കാണുമ്പോൾ അവർക്ക് ഒരു ലാഗുമില്ലാതെ എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിയും. അതേപോലെ തന്നെ 5G സാങ്കേതിക വിദ്യ വരികയാണെങ്കിൽ സ്ട്രീമർമാർക്കും അതോടൊപ്പം തന്നെ ഗെയിം കളിക്കുന്നവർക്കും ആർക്കും വളരെയധികം ഉപകാരം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അവർക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാകുന്നത് ഈ നെറ്റ് പോകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്.
ഇനി ഈ സംവിധാനം വരികയാണെങ്കിൽ ഇനി വളരെയധികം പെട്ടെന്ന് തന്നെയായിരിക്കും അവരുടെ സ്ട്രീമിംഗ് ഒക്കെ നടക്കുക. അപ്പോൾ ഇതും വളരെയധികം ഉപകാരപ്രദം ആയത് തന്നെയാണ്. അപ്പോൾ ഇത്രയുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും നല്ല ഫെസിലിറ്റീസാണ് 5G സംവിധാനം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് 6G ആണ്. ഇതിനെക്കാട്ടിലും നല്ലൊരു സംവിധാനം തന്നെയായിരിക്കും അതിലും ഉണ്ടായിരിക്കുക. നമ്മുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ അത് സഹായകരമാകുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.